മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചു പി.വി. അൻവർ എം.എൽ.എ. മന്ത്രിയുടെ ഇടപെടലുകൾ ഒന്നും പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെന്നും ഇനിയുള്ള 1.5 വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കണമെന്നും പി.വി. അൻവർ പ്രസംഗിച്ചു. എവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോട് പറയാം. മനസ്സിലായോ? കാരണം ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസായി പറഞ്ഞു പോവാണ്. പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കണ്ട എം.എൽ.എ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ മോശമെന്ന് കുറ്റപ്പെടുത്തി. 100% ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പറഞ്ഞത് തന്നെ വാസ്തവം. ഈ പറഞ്ഞത് ഞാൻ കേരളത്തിന്റെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഈ പന്നിശല്യം സഭയിൽ ഉന്നയിച്ചപ്പോ ഇവര് കൊടുത്ത റിപ്പോർട്ട് നിലമ്പൂരിൽ 2000 പന്നികളുണ്ട്. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ഈ മിനിസ്ട്രിയില്ല, കഴിഞ്ഞ മിനിസ്ട്രിയിൽ അന്ന് രാജ്യ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, 2 വാഗൺ തീവണ്ടി ഇങ്ങോട്ട് അയക്കാൻ 50,000 പന്നിനെ ഞാൻ കയറ്റി വിട്ടു കൊടുക്കാന്നാണ് നിലമ്പൂരിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. ഒരു ജനകീയ മുഖമില്ല. ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിനെ ജനങ്ങൾക്കെതിരാക്കും. അതിനിടെ വാഹനം മാറ്റിടാൻ ആവശ്യപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പി.വി. അൻവർ കയർത്തു. മനുഷ്യരോടാ, നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് നടക്കുന്നതല്ല ഫോറസ്റ്റ് രണ്ടിത്തരം ചെയ്യാം. ഉദ്യോഗസ്ഥ താൻ പ്രമാണത്വം കയ്യിൽ വെച്ചാൽ മതിയെന്ന് പി.വി. അൻവർ പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് ഒറ്റ വരിയിൽ ഭരണകക്ഷി എം.എൽ.എക്കുള്ള മറുപടി എ കെ ശശീന്ദ്രൻ ഒതുക്കി. വിമർശനം കേട്ടാൽ നമ്മളതിനെ പേടിക്കില്ല. വിമർശനം പരിശോധിക്കാന്നല്ലാതെ ഇല്ലില്ല. വിമർശനം എന്താണെന്ന് അത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ക്രിയാത്മകം വേണ്ടെങ്കിൽ ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ. ഗുരുതര വിമർശനങ്ങളാണല്ലോ എം.എൽ.എ ഉയർത്തിയത്. ആയിക്കോട്ടെ, അത് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. വനംവകുപ്പിന് വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണകക്ഷി എം.എൽ.എ ആണ്. ആയിക്കോട്ടെ, പരിശോധിക്കുമോ? പിന്നെ ആര് പറഞ്ഞാലും പരിശോധിക്കണ്ടേ? ഒരു വിമർശനം അല്ല, എല്ലാ വിമർശനവും വളരെ പക്വതയോടുകൂടി തന്നെ പരിശോധിച്ച് തീരുമാനമെടുക്കും. വിപിൻ സി വിജയൻ മലപ്പുറത്ത് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. വിപിൻ, പ്രതിപക്ഷത്തെക്കാൾ വലിയ പ്രതിപക്ഷമാവുകയാണ് ഭരണകക്ഷി എം.എൽ.എ ആയ പി.വി. അൻവർ. ഇന്ന് പോലീസിനെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കും? പത്തിവടക്കാൻ ഇനിയും തയ്യാറല്ലേ പി.വി. അൻവർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും ഇനി അൻവറിനെ ഒതുക്കാൻ ചെയ്യേണ്ടി വരിക? അതിനപ്പുറത്തേക്ക് എ കെ ശശീന്ദ്രന്റെ ഒരു വിശദീകരണങ്ങളിലെ മറുപടി അതും വളരെ ദുർബലമായിരുന്നു. വിവരങ്ങൾ. സുഹൈൽ, ഇന്ന് വനം വകുപ്പിനെതിരെയായിരുന്നു നിശ്ചിത വിമർശനവുമായി പി.വി. അൻവർ രംഗത്തെത്തിയത്. ഇന്നിപ്പോൾ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൽ വെച്ചായിരുന്നു വനം വകുപ്പിന്റെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നടന്നത്. അതിന്റെ അധ്യക്ഷനായിരുന്നു നിലമ്പൂർ എം.എൽ.എ ആയിട്ടുള്ള പി.വി. അൻവർ. വന്നപ്പോൾ തന്നെ ഇവിടെ അദ്ദേഹം അധ്യക്ഷനായിരുന്നു. എന്നാൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് മന്ത്രി ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വനം മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കടുത്ത വിമർശനത്തിലേക്ക് പി.വി. അൻവർ പോയത്. പ്രധാനമായും ഇപ്പോൾ വേണ്ടത് വന്യജീവി സംരക്ഷണത്തിന് മാത്രമല്ല, ഇവിടെ മനുഷ്യ സംരക്ഷണ വകുപ്പിനാണ് ഒരു മന്ത്രി വേണ്ടത്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഉദ്യോഗസ്ഥർ ഇവിടുത്തെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആക്കുന്നത്. ജനങ്ങളുമായി അകലുന്നു, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ജീവികൾക്ക് വേണ്ടി പല രീതിയിലുള്ള പദ്ധതികൾ ഒരുക്കുന്നു, എന്നാൽ മനുഷ്യർക്ക് വേണ്ടി യാതൊന്നുമില്ല. നിലമ്പൂർ ടൗണിൽ വരെ കാട്ടാനിറങ്ങുകയാണ്. ഇതിനൊക്കെ വേണ്ടി ഇവരെന്താണ് ചെയ്തത്? വനം വകുപ്പിന് എന്താണ് ഇവിടെ പണി? തുടങ്ങിയിട്ടുള്ള നിശ്ചിത വിമർശനം തന്നെയായിരുന്നു എല്ലാ ഘട്ടത്തിലും. ഏകദേശം 1 മണിക്കൂർ നീണ്ട ഈ പരിപാടിയിൽ മുഴുവനായും പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ മൃഗങ്ങളെക്കാൾ വലിയ മോശമാണ് ഇവിടുത്തെ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരുള്ളത്. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. ഇനിയുള്ള 1.5 വർഷമെങ്കിലും മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യ സംരക്ഷണ വകുപ്പിന്റെ ചുമതല കൂടി എടുക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തന്റെ കീഴിലായിരുന്നു വകുപ്പ് എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഡിസ്മിസ് ചെയ്തേനെ എന്നും ആവശ്യപ്പെട്ടു. ഇതൊക്കെ തന്നെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ വെച്ചതായിരുന്നു. എന്നാൽ അപ്പോൾ തനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഈ വേദിയിൽ തന്നെ പറയുന്നത്
എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 1 മണിക്കൂർ നീണ്ട വിമർശനത്തിൽ എല്ലാം തന്നെ അദ്ദേഹം ഈ വകുപ്പിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഏകദേശം ഇത്രയേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണവും ഉണ്ടായത്. ഈ വിമർശനങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വനം മന്ത്രി പ്രതികരണം ഒതുക്കിയിട്ടുള്ളത്. ഇപ്പോൾ വനം മന്ത്രി ഇപ്പോഴും നിലമ്പൂരിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങിയ MLA പിന്നീടാണ് റേഞ്ച് ഓഫീസറോട് കയർത്ത് സംസാരിക്കുന്നത്. അത് വാഹനം 3 തവണ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് കയർത്ത് സംസാരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ആദ്യം പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നിതാ മറ്റൊരു വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം വേദിയിൽ വെച്ച് തന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ PV അൻവർ നടത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനയ്ക്ക് നിലവിലില്ല, അതിന്റെ റിപ്പോർട്ട് വരട്ടെ, അത് സത്യസന്ധമായിരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്, അതിനുശേഷം താൻ വീണ്ടും പ്രതികരിക്കും എന്നുള്ളതാണ്. അതായത് PV അൻവർ വളരെ കുറച്ച് ദിവസത്തേക്ക് പി ശശി വിവാദങ്ങളിൽ പ്രതികരിക്കാനില്ലെങ്കിലും ഒരു പിടിക്ക് പോലും ഒതുങ്ങാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് PV അൻവർ നടത്തുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട ഭരണ പാർട്ടിക്കെതിരെ തന്നെ വിവിധ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ആഭ്യന്തര വകുപ്പാണെങ്കിൽ ഇന്ന് വനം വകുപ്പ്. മുന്നണിക്കുള്ളിലെ ഒരു റിബലായി മാറുകയാണോ അൻവർ? പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാകുമോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം ബാക്കിയാണ്.